ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയർമാൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന മാത്സ് ചോദ്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസുമാണ് കേട്ടോ. പൊട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു ഗ്രൂപ്പിൽ 400 ആളുകളുണ്ട്. അതിൽ 250 പേർ ഹിന്ദി സംസാരിക്കും, 200 പേർ ഇംഗ്ലീഷ് സംസാരിക്കും. എത്ര പേർക്ക് 2 ഭാഷയും സംസാരിക്കാൻ കഴിയും? ഇതുപോലെ കോമൺ ആയിട്ട് എത്ര പേരുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കഴിവതും വെൻ ഡയഗ്രാം ഉപയോഗിച്ച് അവരെ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ വട്ടമൊക്കെ ഇട്ട് വരയ്ക്കുന്ന കണ്ടിട്ടില്ലേ, അതാണ് ഈ വെൻ ഡയഗ്രാം. നോക്കിയാലോ. അപ്പൊ നോക്കിക്കേ, 400 ആളുകളുണ്ട്, 400 പേരാണ് മൊത്തത്തിലുള്ളത്. അപ്പൊ അതേ നമ്മളൊരു ബോക്സ് വരച്ചിട്ട് അതിൽ എന്ത് കൊടുത്തു? 400 എന്ന് കൊടുത്തു. ആകെ 400 ആൾക്കാർ അവിടെ ഉണ്ട്. അതിൽ 250 പേർ ഹിന്ദി സംസാരിക്കും. അപ്പോൾ ഒരു വട്ടം വരയ്ക്കുക, അതിൽ 250 എന്ന് എഴുതുക. അവർ എന്ത് ഭാഷ സംസാരിക്കും? ഹിന്ദി സംസാരിക്കും. പിന്നെ 200 പേർ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ മറ്റൊരു വട്ടം വരയ്ക്കുക, അതിനകത്ത് 200 എന്ന് എഴുതുക. സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും. കഴിഞ്ഞു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2 ഭാഷയും സംസാരിക്കാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? ഇത് രണ്ടും കൂടെ കൂട്ടിക്കേ. 250ഉം 200ഉം കൂടെ കൂട്ടിയാൽ 450. പക്ഷെ ആകെ ഇവിടെ എത്ര ആളുകളെ ഉള്ളൂ? 400 ആളുകളെ ഉള്ളൂ. അപ്പൊ 400ഉം 450ഉം തമ്മിലുള്ള വ്യത്യാസമാണ് 2 ഭാഷയും സംസാരിക്കാൻ അറിയാവുന്നവർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എത്ര വന്നു? 50 എന്ന് വന്നു. കണ്ടോ? അപ്പൊ ആകെ 400 പേരേ ഉള്ളൂ. അപ്പൊ ഇവിടെ 200 പേര് ഓൾറെഡി വന്നു. അപ്പൊ 200ൽ കുറച്ച് പേര് എന്ത് ചെയ്യും? ഹിന്ദി സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും. ഇവിടെ 250 പേരുണ്ട്. അതിൽ കുറച്ച് പേര് ഹിന്ദി സംസാരിക്കും, കുറച്ച് പേര് ഹിന്ദിയും ഇംഗ്ലീഷും രണ്ടും സംസാരിക്കും. അപ്പൊ 2 ഭാഷയും സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ഇടയ്ക്കുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുന്നേ? ഇവരെ 2 പേരെയും കൂടെ കൂട്ടുക. കിട്ടുന്ന സംഖ്യയായിട്ട് നമ്മുടെ യൂണിവേഴ്സൽ നമ്പർ, അതായത് മൊത്തം എത്ര പേരുണ്ടെന്നാണോ തന്നിട്ടുള്ളത് അതിൽ നിന്നും കുറയ്ക്കുക. അപ്പം നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പം 250 പ്ലസ് 200 ചെയ്യുക. കിട്ടുന്നതിനകത്ത് നിന്ന് 400 കുറയ്ക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 ഭാഷയിലും പ്രാവീണ്യമുള്ള ആളുകളുടെ എണ്ണം കിട്ടും. ഓക്കെ, ഇവിടെ ആൻസർ നോക്കാം. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി 50 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. ഐ ഒരു ഇമാജിനറി നമ്പർ ആയാൽ i⁻9ന്റെ വില എഴുതുക. ഈ ഐ എന്ന് പറയുന്ന നമ്പറിന്റെ വാല്യൂസ് പഠിച്ചു വെക്കണം, എങ്കിലേ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ i⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. i⁻0 എന്നല്ല, ഏതൊരു നമ്പർ i⁻0 എന്ന് പറഞ്ഞാൽ ആ 1ന് തുല്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി i⁻1 എന്ന് പറഞ്ഞാൽ i⁻1 എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? ഐക്ക് തന്നെ തുല്യമാണ്. ഇനി i² എന്ന് പറഞ്ഞാൽ -1 ആണ്. i² എന്ന് പറഞ്ഞാൽ -1 എന്നാണ്. ഇനി i³ എന്ന് പറഞ്ഞാലോ, i³ എന്ന് പറഞ്ഞാൽ -i ആണ്. അതെങ്ങനെയാ കിട്ടിയേ? i³ എന്ന് പറഞ്ഞാൽ എന്താണ്? i² × i അല്ലേ i³ എന്ന് പറയുന്നത്. i² വാല്യൂ എന്താണ്? -1 ആണ്. അപ്പൊ -1 × i എന്ന് പറയുമ്പോൾ -i എന്ന് തന്നെ കിട്ടും. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് എൻ്റെ വാല്യൂസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. i⁻1 i തന്നെയാണ്, i² -1 ആണ്. അത് ഓർത്തിരിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണിത്. -1 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. i³ വാല്യൂ അപ്പം എന്തായിരിക്കും? -i ആയിരിക്കും. ഇനി i⁻4 എന്ന് പറഞ്ഞാൽ എന്താണ്? i² സ്ക്വയർ കാണുക. i² വാല്യൂ എത്രയാ? -1 ആണ്. -1ന്റെ വർഗം എടുക്കുക. -1ന്റെ വർഗം കാണാൻ പറഞ്ഞാൽ 1 എന്ന് തന്നെ കിട്ടും. കണ്ടോ? ഈ വാല്യൂസ് അറിയാമെങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടായിരിക്കുക. ഇനി i⁻5 എന്ന് പറഞ്ഞാൽ അത് എന്തിന് തുല്യമായിരിക്കും? i⁻1 തുല്യമായിരിക്കും. i⁻6 എന്ന് പറഞ്ഞാൽ i⁻2 തുല്യമായിരിക്കും. ഐയുടെ വാല്യൂ ഈ 4 സൈക്കിളിൽ റിപ്പീറ്റ് ചെയ്താണ് പോകുന്നതെന്നൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. i⁻1 i ആണെന്നും i² എന്ന് പറഞ്ഞാൽ -1 ആണ്. i³ എന്ന് പറഞ്ഞാൽ -i ആണ്. i⁻4 എന്ന് പറഞ്ഞാൽ +1 ആണ്.
ഇത്രയും വാല്യൂസ് നമുക്ക് അറിയണം. ഐ എന്ന് പറയുന്ന ഒരു 4 സൈക്കിൾ ഫോളോ ചെയ്യുന്ന ഒരു നമ്പർ ആണ് എന്ന് മനസ്സിലറിഞ്ഞിരിക്കുക. 4 സൈക്കിളിന് എക്സാമ്പിൾ ആണ് ഐ എന്ന് പറയുന്നത്. അതായത് 4 പേരുടെ സൈക്കിൾ ഇതേ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. i⁵5 വന്നു കഴിഞ്ഞാൽ 1ന് തുല്യമായിരിക്കും, 6 വന്നാൽ 2ന് തുല്യമായിരിക്കും, 7 വന്നാൽ 3ക്ക് തുല്യമായിരിക്കും, 8 വന്നാൽ 4ന് തുല്യമായിരിക്കും. അപ്പം ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം 4 പേരുടെ സൈക്കിളിൽ നമുക്ക് ഇതേ വാല്യൂസ് റിപ്പീറ്റ് ചെയ്താണ് വരുന്നതെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് i⁹ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്ര സൈക്കിളാണ്? 4 സൈക്കിളാണ്. അപ്പൊ തന്നിരിക്കുന്ന പവറിനെ 4 ഹരിക്കണം. തന്നിരിക്കുന്ന പവറിനെ 4 ഹരിക്കുക, അതിന്റെ ശിഷ്ടം കണ്ടെത്തുക. ചെയ്യാലോ? അപ്പൊ 9നെ 4 ഹരിച്ചു, 4 × 2 8, ശിഷ്ടം 1 കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ശിഷ്ടം എത്രയാണ്? 1. ഇനി എന്ത് ചെയ്യുക? ഐക്ക് ആ ശിഷ്ടം പവറായിട്ട് നൽകുക. ഐക്ക് നമ്മൾ എന്ത് ചെയ്തു? ആ ശിഷ്ടം പവറായിട്ട് കൊടുത്തു. i⁴1 എന്ന് കിട്ടി. i⁴1ന്റെ വാല്യൂ എന്ത് തന്നെയാണ്? ഐ തന്നെയാണ്. കണ്ടോ? അപ്പൊ നമുക്ക് ആൻസർ എന്ത് വന്നു? ഐ എന്ന് വന്നു. ഓക്കെ, ഇനി നേരെ മറിച്ച് എന്നോട് ചോദിച്ചിരുന്നത് i⁻16ന്റെ വാല്യൂ ആയിരുന്നു എന്ന് വിചാരിക്കുക. i⁻16ന്റെ വാല്യൂ എത്ര? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 16നെ 4 ഹരിക്കണം. അപ്പൊ എനിക്ക് 4 × 4 16 എന്ന് കിട്ടി. ശിഷ്ടം 0 എന്ന് കിട്ടി. അപ്പൊ ശിഷ്ടം 0 വന്നാൽ നമ്മൾ പവറായിട്ട് ഈ 4 തന്നെ ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? ഒരു സംഖ്യയെ 4 ഹരിക്കാൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ശിഷ്ടം 1 കിട്ടും, അല്ലെങ്കിൽ ശിഷ്ടം 2 കിട്ടാം, അതും അല്ലെങ്കിൽ ശിഷ്ടം 3 കിട്ടാം. ഇപ്പം ഈ 3 പോസിബിലിറ്റിയേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ 0 വരാം. ഓക്കെ, അപ്പം ഇത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ശിഷ്ടമായിട്ട്. 4നേക്കാളും ചെറിയ വാല്യൂസ് ആണ് എപ്പോഴും നമുക്ക് എന്തായിട്ട് വരുള്ളൂ? ശിഷ്ടമായിട്ട് വരത്തുള്ളൂ. ഇനി നോക്കിക്കേ, അപ്പം എനിക്കിവിടെ 0 കിട്ടിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഐക്ക് പവറായിട്ട് 4 ഇട്ട് കൊടുക്കുക. i⁴4ന്റെ വാല്യൂ എത്രയാണ്? 1. അപ്പം എൻ്റെ ആൻസർ എന്ത് വന്നേനെ? 1 വന്നേനെ. ഓക്കെ, ഇനി നേരെ മറിച്ച് i⁻23 എന്നായിരുന്നെങ്കിലോ നമ്മൾ 4 ഹരിച്ചു നോക്കും, നമുക്ക് ശിഷ്ടം 3 എന്ന് വരും. അപ്പൊ i⁻3ന്റെ വാല്യൂ എടുത്ത് എഴുതുക. i⁻3 - i ആണ്. കാര്യം മനസ്സിലായോ? തന്നിരിക്കുന്ന പവറിനെ 4 ഹരിക്കുക, കിട്ടുന്ന ശിഷ്ടം പവറായിട്ട് കൊടുക്കുക, ആ ശിഷ്ടത്തിന്റെ വാല്യൂ, ആ പവറിന്റെ വാല്യൂ ഇവിടെ നോക്കിയിട്ട് അങ്ങ് എടുത്ത് എഴുതുക. അത്രയേ ഉള്ളൂ. അപ്പൊ i⁻1 ഐ തന്നെയാണെന്നും, i⁻2 -1 ആണ്, i⁻3 - i ആണ്, i⁻4 +1 ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ആൻസർ നോക്കാം. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഐ എന്ന് തന്നെ കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമായിരുന്നു. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് ആണ്. ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാ? 0, 1, 2, 3 എന്ന് തുടങ്ങി അങ്ങ് പോകുന്ന സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ 0 × 1 × 2 എന്ന് പറഞ്ഞ് അങ്ങ് പോവല്ലേ ചെയ്യുന്നേ. ഏതൊരു സംഖ്യയും 0മായി ഗുണിച്ചാൽ ഉത്തരം എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. ഓൾറൈറ്റ്, അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 0 എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി 0 ആണ്. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. എ എന്ന സെറ്റിൽ 4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ എക്ക് എത്ര ഉപഗണങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എ എന്ന സെറ്റിൽ എത്ര അംഗങ്ങളുണ്ട്? 4 അംഗങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമുക്ക് ഓൾറെഡി ഒരു സെറ്റ് അറിയാമെങ്കിൽ, അതിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് അറിയാമെങ്കിൽ ഉപഗണങ്ങൾ കാണാനായുള്ള ഇക്വേഷൻ ആണ് 2n കേട്ടോ. ഒരു സെറ്റിനകത്തുള്ള ഉപഗണങ്ങളെ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് 2n. n എന്ന് പറയുന്നത് അതിനകത്തുള്ള അംഗങ്ങളുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് എത്ര അംഗങ്ങളുണ്ട്? 4 അംഗങ്ങളുണ്ട്. അപ്പൊ 2⁴ ആയിരിക്കും നമ്മളുടെ ഉത്തരം. ഇതിപ്പോ എങ്ങനെയാ ചെയ്യാ? 2നെ 4 തവണ ഗുണിക്കുക. ഗുണിക്കാലോ? 2 × 2 4, 4 × 2 8, 8 × 2 16. നമ്മുടെ ആൻസർ എത്ര വന്നു? 16 എന്ന് വന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ സി 16 ആണ് നമ്മളുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, 16ന്റെയും 4ന്റെയും ജോമെട്രിക് മീൻ കണ്ടെത്തുക. 2 സംഖ്യകൾ ഉണ്ടെങ്കിൽ അവരുടെ ജോമെട്രിക് മീൻ കാണാൻ എന്ത് ചെയ്യണം?
അവരെ തമ്മിൽ ഗുണിക്കുക, അവരുടെ സ്ക്വയർ റൂട്ട് കാണുക. ഓക്കെ, 2 സംഖ്യകളാണെങ്കിൽ അവരെ തമ്മിൽ ഗുണിക്കുക, അവരുടെ സ്ക്വയർ റൂട്ട് കാണുക. 3 സംഖ്യകളാണെങ്കിലോ 3 പേരെയും തമ്മിൽ ഗുണിക്കുക, അവരുടെ ക്യൂബ് റൂട്ട് കാണുക. ഓക്കെ, സ്ക്വയർ റൂട്ട് 2 സംഖ്യ ആണെങ്കിൽ സ്ക്വയർ റൂട്ട്, 3 പേരാണെങ്കിൽ ക്യൂബ് റൂട്ട്. അപ്പൊ ചെയ്യാലോ. 16ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 4 ആണ്. 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 2 ആണ്. അപ്പൊ 4 ഗുണം 2 8 ആണ് നമ്മളുടെ ഉത്തരം. സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഗുണിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന ആൻസറിന്റെ സ്ക്വയർ റൂട്ട് കാണുമോ? എങ്ങനെ ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ നേരിട്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 16 ഗുണം 4 64 ആണ്. 64ന്റെ വർഗ്ഗമൂലം എത്രയാണ്? 8 ആണ്. 8 ഗുണം 8 അല്ലേ 64 എന്ന് പറയുന്നത്. ഏത് സംഖ്യയെ സ്ക്വയർ ചെയ്താൽ ഈ വാല്യൂ കിട്ടും, അതാണ് നമ്മുടെ സ്ക്വയർ റൂട്ട്. ഇപ്പൊ 16 കിട്ടണമെങ്കിൽ 4നെ സ്ക്വയർ ചെയ്യണം, 4 കിട്ടണമെങ്കിൽ 2നെ സ്ക്വയർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ എത്ര വന്നു? 8 എന്ന് കിട്ടി. ഓപ്ഷൻ നോക്കിയാലോ. ആൻസർ ഓപ്ഷൻ സി 8 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്യൂവിൽ 5 കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആകെ എത്ര കുട്ടികളാണുള്ളത്? 5 കുട്ടികളാണുള്ളത്. 5 കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ സാധിക്കും? 5 ഫാക്ടോറിയൽ രീതിയിൽ നിൽക്കാൻ സാധിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ മാത്രം കേട്ടോ. നേരെ ഒരു വരിയിലാണ് നിൽക്കുന്നതെങ്കിലാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ 5ന് പകരം എന്ത് ചെയ്യും? 5 ഫാക്ടോറിയൽ കണ്ടാൽ നമ്മളുടെ ഉത്തരമായി. എങ്ങനെയാ 5 ഫാക്ടോറിയൽ കാണുക? 5 ഗുണം 4 ഗുണം 3 ഗുണം 2 ഗുണം 1. ഇതാണ് നമ്മുടെ 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഈ ഐനെ തലതിരിച്ചിടുന്നതിനെ നമ്മൾ ഫാക്ടോറിയൽ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പെർമ്യൂട്ടേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ കാണുന്നതാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്തു? 5 ഗുണം 4 ഗുണം 3 ഗുണം 2 ഗുണം 1. ഇതിനെയാണ് 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം കൂടെ ഗുണിച്ചാൽ ഉത്തരവായി. ഗുണിക്കാലോ. 5 ഗുണം 4 20, 3 ഗുണം 2 6, 6 ഗുണം 2 12. ഒരു 0 ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. 120 ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ നോക്കിക്കേ. ആൻസർ ഓപ്ഷൻ ബി 120 എന്ന് കിട്ടി. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിപ്പോ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു 5 ഫാക്ടോറിയൽ എന്ന് കിട്ടുമെന്ന്. വേറൊരു രീതിയിൽ ചോദിക്കാറുണ്ട്. ഒരു വട്ടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര രീതിയിൽ നമുക്ക് അവരെ അറേഞ്ച് ചെയ്യാം? അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ n-1 ഫാക്ടോറിയൽ ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. അപ്പൊ 5ൽ നിന്ന് 1 കുറയ്ക്കുക. n-1 എന്ന് പറഞ്ഞാൽ 5 - 1 4 എന്ന് കിട്ടും. 4 ഫാക്ടോറിയൽ ആയിരിക്കും നമ്മളുടെ ഉത്തരം. ഓക്കെ, ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ പ്രാവശ്യം സ്ട്രെയിറ്റ് ലൈൻ ചോദിച്ചത് കൊണ്ട് ചിലപ്പോൾ ഈ തവണ സർക്കിൾ ചോദിക്കാം, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് സർക്കിൾ ആണ് വരുന്നതെങ്കിൽ, ഒരു വട്ടത്തിന് ചുറ്റും ഇരിക്കുന്നു എന്നാ പറയുന്നെങ്കിൽ n-1 ഫാക്ടോറിയൽ കാണുക. ഇനി സ്ട്രെയിറ്റ് ലൈനിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ഫാക്ടോറിയൽ ആയിരിക്കും നമ്മളുടെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഒരു മാസം 1 രൂപയ്ക്ക് 2 പൈസ പലിശ നിരക്കാണെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു മാസം 1 രൂപ, അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് എത്രയാണ്? 1 രൂപയാണെന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. ഇനി അടുത്തത് 1 രൂപയ്ക്ക് 2 പൈസയാണ് പലിശ. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കൂട്ടുപലിശ സാധാരണ പലിശ എന്നൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് സാധാരണ പലിശയായിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ അവർ പ്രത്യേകം എടുത്തു പറയും കേട്ടോ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ കൂട്ടുപലിശയാണെന്നുള്ള കാര്യം എടുത്തു പറയും. അപ്പോൾ 2 പൈസയാണ് നമ്മളുടെ സാധാരണ പലിശ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1 മാസമാണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സമയം ഇവിടെ എത്രയാണ്? 1 മാസമാണ്. ദേ ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവിടെ നമുക്ക് മാസം, ഇവിടെ നമുക്ക് റുപ്പീസിലും ഇവിടെ നമുക്ക് പൈസയിലും ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിനെയും യൂണിറ്റുകളൊക്കെ ഒന്ന് സെയിം ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? സാധാരണ പലിശ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിനെയും റേറ്റിനെയും സമയത്തിനെയും കൂടെ ഗുണിക്കുക, 100 കൊണ്ട് ഹരിക്കുക. തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഗുണിച്ചിട്ട് 100 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? സാധാരണ പലിശ കിട്ടും. പി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ പി എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്നത് നമ്മൾ എത്ര വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്, സമയമാണ് ടി എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് പലിശ നിരക്കാണ് കേട്ടോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇനി ചെയ്യാലോ. ഇനി പി എന്ന് പറയുന്നത് ഇവിടെ റുപ്പീസിലാണ്, ഇവിടെ പൈസയിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ 2നെ റുപ്പീസ് ആക്കുക, അല്ലെങ്കിൽ 2നെയും പൈസ ആക്കുക. ഞാനിപ്പോൾ പൈസ ആക്കാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പോയിന്റിലുള്ള ഉത്തരവൊക്കെ വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 1 രൂപ എന്ന് പറയുന്നത് എത്ര പൈസയാണ്?
100 പൈസയാണ് അല്ലെ. 1 രൂപ 100 പൈസയാണ്. അപ്പൊ ഞാൻ ദേ 100 എന്ന് എഴുതി. ഓക്കെ, അപ്പം 1 രൂപയ്ക്ക് പകരം 100 പൈസ എന്ന് എഴുതി. റേറ്റ് നമുക്ക് അറിയില്ല, 6 എന്ന് തന്നെ അങ്ങ് ഇട്ടേക്കുക. ടൈം നോക്കിക്കേ, 1 മാസമാണ് തന്നിരിക്കുന്നത്. പക്ഷെ സമയം എപ്പോഴും നമ്മൾ എന്തിലാ എഴുതുക? വർഷത്തിലാണ് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതണം? 1 മാസം എന്ന് പറഞ്ഞാൽ 1/12 വർഷത്തിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ 1 മാസം, ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? 12 മാസമുണ്ട്. അപ്പൊ 1 മാസത്തിനെ 12 മാസവുമായിട്ട് ഹരിച്ചാൽ നമുക്കതിനെ എന്താക്കാം? വർഷമാക്കാം. 5 മാസമായിരുന്നെങ്കിലോ 5/12 വർഷത്തിന് തുല്യമാണ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന മാസത്തിനെ ടോട്ടൽ നമ്പർ ഓഫ് മാസങ്ങളുമായിട്ട് ഹരിച്ചാൽ വർഷത്തിലേക്ക് മാറ്റാം. ഇനി നോക്കിക്കേ, നമുക്ക് വെട്ടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെട്ടിക്കളയാം. ഒരു ഡിവൈഡഡ് ബൈ 100 ഉണ്ട്, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഡിവൈഡഡ് ബൈ 100 അവിടെ തന്നെ കിടപ്പുണ്ട്. ഇനി എന്ത് ചെയ്യാം? സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ എഴുതാമല്ലോ. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 2 ആണ്. 2 പൈസ എന്ന് തന്നിരിക്കുന്നേ. വെട്ടിക്കോ, ഈ 100ഉം ഈ 100ഉം വെട്ടിപ്പോയി. പിന്നെ ഇവിടെ എന്തേ ബാക്കിയുള്ളൂ? മുകളിൽ ഒരു 6 ഉണ്ട്, താഴെ ഒരു 12 ഉണ്ട്. ഈ 12നെ ഇപ്പുറത്തോട്ട് വിടാമല്ലോ. 12നെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിടാം. അപ്പൊ ഇവിടെ ഹരണത്തിൽ കിടക്കുന്ന സാധനം ഇവിടെ വരുമ്പോ എന്താവും? ഗുണനമായിട്ട് മാറും. ഇപ്പൊ 2 ഗുണം 12 എന്ന് പറയുന്നത് 6ന് തുല്യമാണ്. അല്ലെങ്കിൽ എന്തു പറയാം? 6 എന്ന് പറയുന്നത് 24% കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 24% എന്ന് കിട്ടി. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി 24% കേട്ടോ. 24% എന്ന് കിട്ടി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണേ. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ചോദ്യങ്ങൾ അങ്ങനെ റെയർ ആയിട്ടൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 314/8 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടെത്തുക. അപ്പൊ നോക്കിക്കേ, 314/8 നമ്മൾ നേരത്തെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പോയി കാണണം കേട്ടോ, അറിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ്? 4 ആണ്. അപ്പൊ 4/1 നമുക്കറിയാം 4 ആണ്. 4/2, 4 ഗുണം 4 എത്രയാ? 16 ആണ് അല്ലേ. ഇനി 4/3 എത്രയാ? 64 എന്ന് കിട്ടി. 4/4 ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ഉത്തരം അവസാനിക്കുന്നത് 6-ലായിരിക്കും. അപ്പൊ നോക്കിക്കേ, 1, 3 ഓഡ് നമ്പറുകൾ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 4 ആയിരിക്കും. ഇരട്ട സംഖ്യകൾ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആയിരിക്കും. അപ്പൊ 4, 6, 4, 6 ഇതുപോലെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി അതിനകത്ത് 4 വന്നാൽ എങ്ങനെയാണ്, 2 വന്നാൽ എങ്ങനെയാണ്, 8 വന്നാൽ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ഇങ്ങനെ എഴുതുക പോലും വേണ്ട, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ 4ന്റെ മനസ്സിൽ പറഞ്ഞു നോക്കുക. 4/1 എന്ന് പറയുമ്പോൾ 4 തന്നെ കിട്ടും. 4നെ സ്ക്വയർ ചെയ്യുക. 4 ഗുണം 4 ചെയ്താൽ 16 എന്നാണ് കിട്ടുന്നത്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആയിരിക്കും. ഇനി 4/3, 4ന്റെ ക്യൂബ് എടുത്താലോ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വീണ്ടും 4 തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി 4, 6, 4, 6 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ പവർ നോക്കുക. പവർ ഇരട്ടയാണെങ്കിൽ നമ്മുടെ ഉത്തരം അവസാനിക്കുന്നത് 6-ലായിരിക്കും. ഒറ്റ സംഖ്യയാണെങ്കിൽ നമ്മുടെ ഉത്തരം അവസാനിക്കുന്നത് 4-ലായിരിക്കും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 8 അല്ലേ, ഇരട്ട സംഖ്യയല്ലേ. അപ്പൊ നമ്മളുടെ ഉത്തരം അവസാനിക്കുന്നത് എന്തിലായിരിക്കും? 6-ലായിരിക്കും. കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ 6 എന്ന് കിട്ടി. നോക്കിയാലോ, ആൻസർ ഓപ്ഷൻ എ 6 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3x + 2y + 5 = 0 എന്ന രേഖയുടെ ചെരിവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ 3x + 2y + 5 = 0. ഇതിന്റെ ചെരിവ് എത്ര? ചെരിവെന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പിനെയാണ് നമ്മൾ ചെരിവെന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സും വൈയും വെച്ചിട്ട് ഒരു കർവ് വരച്ചിട്ട് നമുക്ക് അവിടെ എന്ത് കിട്ടി? ഒരു സ്ലോപ്പ് കിട്ടി. സ്ലോപ്പ് എന്ന് വരയ്ക്കുന്നത് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സാധനമാണ് കേട്ടോ, അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെരിവ് കാണുക എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കാണുക എന്നാണ് അർത്ഥം. അപ്പൊ 2 രീതിയിൽ വരാം. നമുക്കിത് ഇങ്ങനത്തെ ഒരു കർവ് കിട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടാം. ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. y = mx + c. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. y = mx + c എന്നാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ കണ്ടോ, ഇതിനെ ഈ ഫോമിലേക്ക് മാറ്റി എഴുതുക. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് ചെയ്യാം. അപ്പൊ നോക്കിക്കോ, വൈനെ അവിടെ തന്നെ നിർത്തുക, ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്തോട്ട് വിട്ടിട്ട്
y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലേക്ക് മാറ്റാലോ. അപ്പോൾ അതെ 2y ഞാൻ അവിടെ തന്നെ നിർത്തി, ബാക്കി എല്ലാവരെയും അപ്പുറത്തോട്ട് വിട്ടു. ഇവിടെ 3x പ്ലസ് ആണ്, ഇത് അപ്പുറത്ത് പോകുമ്പം -3x എന്നായിട്ട് മാറും. ഇനി ഇവിടെ പ്ലസ് 5 ആണ്, അത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും -5 എന്നായിട്ട് മാറും. ഇനി ഇവിടെ ഒരു 2 ഇല്ലേ, ആ 2നെ എനിക്ക് അപ്പുറത്തോട്ട് വിടാമല്ലോ. അപ്പൊ 2 എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ 2 ആയിട്ടായിരിക്കും അപ്പുറത്തോട്ട് പോവുക. ഇവിടെ ഗുണനത്തിൽ കിടന്നു, അങ്ങോട്ട് പോകുമ്പം ഹരണമായിട്ടേ പോകത്തുള്ളൂ. ഇനി ഇതിനെയൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാമല്ലോ. അപ്പൊ എങ്ങനെ എഴുതുക, y ഈസ് ഈക്വൽ ടു -3/2 x, പിന്നെ ഒരു മൈനസ് അവിടെ ഉണ്ട് 5/2. ഈ 2നെ ഞാൻ 2 ടേംസിനും കൊടുത്തു. കോമൺ ആയിട്ട് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ, ഇതിനെ ഞാൻ ഹരിക്കണം, ഇതിനെയും ഞാൻ ഹരിക്കണം. അപ്പൊ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് അങ്ങ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കിക്കേ, നമ്മുടെ ഫോമിലായോന്ന് y ഈസ് ഈക്വൽ ടു എന്ന് കിട്ടി. m × x -3/2 × x പ്ലസ് സി എന്നുള്ളതിന് പകരം നമുക്കിവിടെ -5/2 എന്ന് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. സൈനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ആൻസർ എടുത്ത് എഴുതാൻ നമുക്ക് സ്ലോപ്പ് മാത്രം മതി. ഇനി എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത്, ഈ കാണുന്ന m ആണ് നമ്മളുടെ സ്ലോപ്പ്. അപ്പൊ ഇവിടെ ഏതാണ് m, -3/2 ആണ് നമുക്ക് m-ന്റെ സ്ഥാനത്ത് കിടക്കുന്ന വാല്യൂ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്, -3/2 ആണ്. മനസ്സിലായോ? അപ്പൊ y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്നതിലെ m ആണ് നമ്മളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എമ്മിന്റെ വില കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ y ഈസ് ഈക്വൽ ടു ആ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് m × എക്സിന്റെ കൂടെ ഏത് കോൺസ്റ്റന്റ് ആണോ ഗുണിക്കുന്നത് അതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന രീതി. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോ കേട്ടോ. അപ്പൊ ആൻസർ എന്ത് വന്നു, -3/2 എന്ന് വന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ -3/2 എന്ന് കിട്ടി. അടുത്ത ചോദ്യം, 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? നമുക്കറിയാം ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആണ്. ആദ്യത്തെ 15 അല്ലെങ്കിൽ ആദ്യത്തെ 30, ആദ്യത്തെ 100, ആദ്യത്തെ 500 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ ഉത്തരമായി. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണുക. അപ്പൊ അതിൽ 29 പെടുവല്ലോ. അപ്പൊ നമ്മൾ ഈ 1 തൊട്ട് 29 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. 1 തൊട്ട് 10 വരെ എത്ര ഒറ്റ സംഖ്യയുണ്ട്, 5 പേരല്ലേ? നമുക്കറിയത്തില്ലേ, 1 തൊട്ട് 10 വരെ 5 പേരാണുള്ളത്. 1, 3, 5, 7, 9 അങ്ങനെ എടുക്കാറല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 11 തൊട്ട് 20 വരെ എത്ര പേരുണ്ടാവും, 5 പേരുണ്ടാവും. 20 തൊട്ട് 30 വരെ എത്ര പേരേ ഉണ്ടാവുള്ളൂ, 5 പേരേ ഉണ്ടാവുള്ളൂ. 30 വരെയെന്ന് ഞാൻ എടുത്തത് 29 അതിനകത്ത് ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 21, 23, 25, 27, 29 കണ്ടോ, 5 പേരേ വരുന്നുള്ളൂ. അപ്പൊ ആകെ മൊത്തം എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് അവിടെ, 5, 10, 15. ആകെ നമുക്ക് 15 ഒറ്റ സംഖ്യകളാണ് 1 മുതൽ 30 വരെ ഉള്ളത്. അത് കണ്ടുപിടിക്കാൻ വേറൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. 1 തൊട്ട് 30 വരെ എന്ന് പറഞ്ഞാൽ 30/2 ചെയ്താൽ മതി. 15 ഒറ്റ സംഖ്യകളും ഉണ്ടാവും, 15 ഇരട്ട സംഖ്യകളും നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ, അപ്പൊ ഒറ്റ സംഖ്യകളുടെ എണ്ണം നമുക്ക് കിട്ടി 15. അപ്പൊ ആദ്യത്തെ 15 ഒറ്റ സംഖ്യകളുടെ തുക കാണുക എന്ന് നമ്മൾ ഈ ചോദ്യത്തിനെ അങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ കിട്ടാൻ പോകുന്നേ, 15ന്റെ വർഗമായിരിക്കും നമ്മളുടെ ഉത്തരം. 15ന്റെ വർഗം എത്രയാണ്, 225 ആണ്. ഓക്കെ, അപ്പൊ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിന്റെ വർഗങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക. ഇനി ഇപ്പൊ ഇത് അറിയില്ലെങ്കിൽ നമുക്ക് അല്ലാതെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയാ, 15 5ൽ അവസാനിക്കുന്ന സംഖ്യയാണ് അല്ലെ. 5ന്റെ വർഗം 25. 1നെ അതിന്റെ തൊട്ടടുത്ത സംഖ്യയായ 2മായിട്ട് ഗുണിക്കുക. 2 × 1 2. കണ്ടോ, 225 ആണ് നമ്മളുടെ ഉത്തരം. ഓൾറൈറ്റ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആകെ 10 ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 2022 മാർച്ചിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം തന്നെ പഠിക്കുക. നമുക്കിനി മുന്നിൽ ഒരു പരീക്ഷ കിടപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാൻ സാധിക്കട്ടെ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ മറ്റു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ.